എൻ്റെ മുഖത്തൊരു ചളിപ്പ്, ഒരു മ്ലാനത നിങ്ങൾ കാണുന്നുണ്ടോ എന്നെനിക്കറിയില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ഒരു ചളിപ്പുണ്ട്. അതിപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നടക്കാതെ പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു തരം ഒരു വല്ലായ്മ, അത്രേ ഉള്ളൂ. സന്തോഷക്കേടില്ല, നൈരാശ്യവുമില്ല, എങ്കിലും ഒരു വിമ്മിഷ്ടമുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ എൻ്റെ മനസ്സിൽ എന്താണോ തോന്നുന്നത് അത് പറയാം. മനസ്സിലുള്ള കാര്യങ്ങൾ, കുറേ കാലമായി ചിന്തിച്ച കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതിപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് എന്തെങ്കിലും നിങ്ങളോട് പറയാൻ പറ്റുമെന്ന് പറയുന്ന ഒരു ബോധ്യത്തിൻ്റെ പുറത്ത് ഞാൻ നാവെടുത്ത് ഇങ്ങോട്ട് പോകുന്നതാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, സന്ദീപോ സരിനോ, ആരാണ് കോൺഗ്രസിനെ ജയിപ്പിച്ചത്? എൻ്റെ അഭിപ്രായത്തിൽ പാലക്കാട് കോൺഗ്രസ് നേടിയിട്ടുള്ള വിജയത്തിൻ്റെ യഥാർത്ഥ അവകാശി ശ്രീ സരിനാണ്. ഒരു പരിധിവരെ നമ്മുടെ AA റഹീമിനും ഉണ്ട്. സന്ദീപിന് മുന്നിലുള്ളത് BJPയുടെ പരാജയത്തിൽ അവകാശവാദം ഉന്നയിക്കാനുള്ള അവസരം മാത്രമാണ്. എന്നാൽ BJPയെ തോൽപ്പിച്ചതും സന്ദീപാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം BJP അല്ല പാലക്കാട് തോറ്റത്, KJP ആണെന്ന് പറയുന്ന സംഘികളാണ് യഥാർത്ഥത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ തോൽവിക്ക് ഉത്തരവാദികളായിട്ടുള്ളത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പാലക്കാട് BJP അല്ല തോറ്റത്, KJP ആണെന്ന് പറയുന്ന സംഘികളാണ് യഥാർത്ഥത്തിൽ അവിടെ BJPയെ തോൽപ്പിച്ചത്. എന്തായാലും സന്തോഷം. ഒട്ടും തന്നെ അടക്കാനാവാത്ത മുഖത്തോടുകൂടി പാലക്കാടൻ വിജയത്തിന്റെ പിതൃത്വം ശ്രീ സന്ദീപ് ഏറ്റെടുത്ത് കഴിഞ്ഞു. മനുഷ്യർ സന്തോഷിക്കുന്നതിൽ, എൻ്റെ സഹജീവികൾ സന്തോഷിക്കുന്നതിൽ ദുഃഖം കാണുന്ന ഒരാളല്ല പോങ്ങൻ. അതുകൊണ്ട് തന്നെ സന്ദീപ് അദ്ദേഹത്തിന്റെ പാർട്ടി ജയിച്ചതിൽ അങ്ങേയറ്റം ആഹ്ലാദിക്കുന്നതിൽ അല്ലെങ്കിൽ സന്തോഷിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അല്ലെങ്കിൽ അങ്ങനെ സന്തോഷിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു ബോധ്യം, അങ്ങനെ സന്തോഷിക്കാനുള്ള എല്ലാ അവകാശവും അദ്ദേഹത്തിനുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് എൻ്റെ ഉള്ളിലുണ്ട്. സന്തോഷിക്കട്ടെ, തീർച്ചയായിട്ടും വലിയൊരു പരിധിയില്ലാതെ സന്തോഷിക്കട്ടെ. അപ്പോൾ അങ്ങനെ പറയാനുള്ളത് വാസ്തവത്തിൽ സംഘികളോടാണ്. സംഘികൾ ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ അതിനെക്കുറിച്ചൊന്നും അല്ല ആലോചിക്കേണ്ടത്. പകരം മറ്റു ചിലതാണ്. പോകേണ്ട മനസ്സിൽ പെട്ടെന്ന് വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടുമുള്ളത് സംഘടിത ബുദ്ധിയുടെ കാര്യമാണ്. ഈ സമാധാന മതത്തിൽ സമാധാനം ഇല്ലാത്തതുപോലെ സംഘി സമൂഹത്തിൽ സംഘടിത ബുദ്ധിയുമില്ല. സംഘികൾക്ക് ആദ്യം വേണ്ടത് സംഘടിത ബുദ്ധിയാണ്. നേതാക്കൾക്കും പ്രവർത്തകർക്കും അണികൾക്കും അനുഭാവികൾക്കുമൊക്കെ എൻ്റെ പ്രസ്ഥാനം എന്ന് അഭിമാനിക്കാൻ കഴിയുന്ന പൊതുവായിട്ടുള്ള ഒരു വൈകാരിക ഘടകം കണ്ടെത്താനുള്ള ശ്രമമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ BJP ഇനി സ്വീകരിക്കേണ്ടത്. അങ്ങനെയാണ് പോകാൻ വിചാരിക്കുന്നത്. അതിനിപ്പോൾ ഈ ദേശീയതയെ കൂട്ടുപിടിക്കാനും പറ്റില്ല കേട്ടോ. കാരണം നേതാവോ അണിയോ അനുഭാവിയോ ആരും ആവട്ടെ, കേരളത്തിലെ ഒരു സംഘി എന്ന് പറയുമ്പോൾ തീർച്ചയായും ആളൊരു മലയാളിയാവും, അല്ലേ? അതുകൊണ്ട് കേരളീയ സംഘികളിൽ ദേശസ്നേഹം പരതുന്നത് ബുദ്ധിയല്ല, കാരണം മലയാളികളിൽ അതില്ല. പിന്നെ വർഗീയതയെ കൂട്ടുപിടിക്കാമെന്ന് കരുതിയാൽ അതും ഗുണമാവില്ല. സംഘടിത ബുദ്ധി ഇല്ലാതിരുന്നിട്ടും, ഒട്ടും തന്നെ സംഘടിത ബുദ്ധി ഇല്ലാതിരുന്നിട്ടും നല്ല സംഘടിത ബുദ്ധിയുള്ളവരുടെ സംഘി എന്നുള്ള വിളിക്ക് വിളി കേൾക്കുന്നവരാണല്ലോ കേരളത്തിലെ BJPക്കാർ. അതുപോലെയാണ് BJPക്കാർ കൊണ്ടു നടക്കുന്ന വർഗീയവാദവും, അല്ലെങ്കിൽ BJPക്കാർക്കുണ്ട് എന്ന് പറയുന്ന വർഗീയ ബുദ്ധിയും. നല്ല അസൽ വർഗീയവാദികൾ അങ്ങനെ വിളിക്കുന്നുണ്ട് എന്ന് കരുതി വർഗീയവാദം സംഘികൾക്ക് വഴങ്ങുന്ന ഒരു സമ്പ്രദായമാണെന്ന് പോങ്ങന് തോന്നുന്നില്ല. വർഗീയത കൊണ്ട് സുഡാപ്പികൾ മാത്രമാണ് ഈ ഉലകത്തിൽ വിജയം കൊയ്തിരിക്കുന്നത്. വർഗീയതയും തീവ്രവാദവും തീവ്ര മതമൗലികവാദവുമൊക്കെ ആഗോളതലത്തിൽ ആചരിച്ച് കരുത്തരായിട്ടുള്ളവരാണ് സുഡാപ്പികൾ, അല്ലെ? കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പാർട്ടികളെ പാട്ടത്തിനെടുത്തിട്ടാണ് നമ്മുടെ സുഡുക്കൾ കേരളത്തിൽ അവരുടെ വ്യവഹാരം നടത്തി വരുന്നത്. കാലങ്ങളായിട്ട് അങ്ങനെയാണ്. അക്ഷരാർത്ഥത്തിൽ സുഡുഭൂമിയായി മാറിയിട്ടുള്ള കേരളത്തിൽ വർഗീയത വിറ്റ് സംഘികൾക്ക് ലാഭമുണ്ടാക്കാൻ കഴിയും എന്ന് വിചാരിക്കരുത്. അങ്ങനെ വിചാരിച്ചാൽ 5 രൂപ പലിശയിൽ നമ്മുടെ യൂസഫ് അലിക്ക് പണം കടം കൊടുത്ത് അഭിവൃദ്ധിപ്പെട്ട് കളയാം എന്ന വിചാരത്തോടുകൂടി ലുലു മാളിന് മുന്നിൽ ഒരാൾ ബ്ലേഡ് കച്ചവടം ആരംഭിക്കുന്നത് പോലെയുള്ള ഒരു മണ്ടൻ ഏർപ്പാടായി പോകുമത്, ആ വിചാരം. അപ്പോൾ വർഗീയതയും ദേശീയതയും കേരളീയ സംഘികളെ സംഘടിത ശക്തി ഉള്ളവരാക്കില്ല. പിന്നെ ഉള്ളത് ഹൈന്ദവതയാണ്.
അതുകൊണ്ടും കേരളത്തിൽ BJPക്ക് ഒരു ഉപകാരവും ഉണ്ടാവില്ല. കാരണം ഹൈന്ദവ ഏകീകരണം സാധ്യമാകാതിരിക്കാൻ വേണ്ടുന്ന നീക്കങ്ങൾ കഴിഞ്ഞ ഒരു 1.5 പതിറ്റാണ്ടിനിപ്പുറത്തേക്ക് പ്രത്യേകിച്ചും നമ്മുടെ മലയാള സിനിമയിലൂടെയും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെയും UDFിലൂടെയും യുക്തിവാദികളിലൂടെയും നാസ്തികരിലൂടെയും സാംസ്കാരിക നായകളിലൂടെയും ഒക്കെ നമ്മുടെ സുഡാപ്പികൾ നടത്തിക്കഴിഞ്ഞു. പണം കൊടുത്താൽ വിലക്കെടുക്കാവുന്ന സാമൂഹ്യ മൂല്യമുള്ള സകലരെയും സുഡാപ്പികൾ അവരുടെ അടിമകളാക്കി. പണം കൊണ്ട് വീഴാത്തവരെ തേൻകണി വെച്ച് പിടിച്ച് കൂടെ ചേർത്തു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ഹൈന്ദവർക്കിടയിൽ ഒരു ഐക്യബുദ്ധി ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ സമൂഹം എന്നോ കുഴിച്ചു മൂടിക്കളഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥയെ സമൂഹ മധ്യത്തിലേക്ക് കൊണ്ടുവന്ന് സുഡുക്കളുടെ വളർത്തു നായകളായിട്ടുള്ള സാംസ്കാരിക പ്രവർത്തകർ അല്ലെങ്കിൽ സാമൂഹ്യ മൂല്യമുള്ള ഉന്നത വ്യക്തിത്വങ്ങൾ ഒക്കെ കടിച്ചു പറിച്ചുകൊണ്ട് ഹൈന്ദവരെ പല കഷ്ണങ്ങളാക്കി മാറ്റി എന്നുള്ളതാണ് നേര്. KJP എന്ന വിളി പോലും വാസ്തവത്തിൽ സുഡുവിന്റെ ഉച്ഛിഷ്ടോർജത്തിൽ നിന്നും വരുന്നതാണ് എന്നുള്ള ചിന്തയാണ് പോങ്ങൻ ഇപ്പോൾ ഉള്ളത്. ഞാനും ഇടയ്ക്കൊക്കെ KJP എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ആലോചനക്കുറവിൽ നിന്ന് സംഭവിച്ചതാണ്. എനിക്കത് ശരിയല്ല എന്ന് പറയുന്നൊരു ബോധ്യം വന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ നേതൃത്വവുമൊക്കെ ആയിട്ടുള്ളതുണ്ട്. അത് എല്ലാ പാർട്ടിയിലും നമുക്ക് ചില കാര്യങ്ങളിൽ മിക്ക നേതാക്കളോട് നമുക്കതൊക്കെ തോന്നും എന്നുള്ളത് ശരിയാണ്. പക്ഷേ KJP എന്ന് വിളിച്ചുകൊണ്ട് സംഘികൾ മാറി നിൽക്കുമ്പോൾ, എന്നെപ്പോലുള്ള ഈ പ്രതികരണ തൊഴിലാളികൾക്കതാവാം, പക്ഷേ ഒരു പാർട്ടിയിൽ നിൽക്കുമ്പോൾ, അതിൻ്റെ അച്ചടക്കത്തിൽ നിൽക്കുമ്പോൾ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇത്രമാത്രം കരുത്തോടുകൂടി നിൽക്കുന്നത്? അവരുടെ അച്ചടക്കമാണ്, ആ സംഘടിത ബുദ്ധിയാണ്. ഒന്നുകിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും അത് വേണം, അതല്ല എന്നുണ്ടെങ്കിൽ ഗുണമുണ്ടാവില്ല. അപ്പോൾ സംഘികൾക്കിടയിൽ ജാതീയമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടാക്കി BJPയെയും അതുപോലെ തന്നെ ഈ സവർണ അവർണ ചർച്ചകളിലൂടെ ഹൈന്ദവ സമൂഹത്തെയും പല കഷണങ്ങളാക്കി മാറ്റുന്നതിൽ നമ്മളുടെ സുഡുക്കൾ വിജയിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം മറക്കരുത്. എന്നാൽ അതേസമയം ഈ സംഘികൾക്ക് സുഡുക്കളുടെ ഈ നീക്കം ഫലപ്രദമായി പ്രതിരോധിക്കാനൊട്ട് കഴിഞ്ഞുമില്ല. അതും ഓർക്കുകയും ചെയ്യണം, പറയുകയും ചെയ്യണം. പോങ്ങൻ ഈ ഒരു കാര്യത്തിൽ ഇവിടെ കിടന്ന് കുരച്ച കുരയ്ക്ക് ഒരു കണക്കുമില്ല. എമ്പടി അളവിൽ കുരച്ചു. പക്ഷെ പോങ്ങന്റെ കുര പോങ്സ്കൃതത്തിലായി പോയതുകൊണ്ടാവാം ഹരിതസംഖ്യകൾക്കും ഹരിത ഹൈന്ദവർക്കുമൊന്നും ഞാൻ പറഞ്ഞതിൻ്റെ പൊരുൾ പിടികിട്ടിയില്ല. അതെൻ്റെ ഒരു ന്യൂനത, പരിമിതി. ചുരുക്കി പറഞ്ഞാൽ ദേശീയത, വർഗീയത, ഹൈന്ദവത ഇതൊന്നും ഉപയോഗിച്ച് മലയാള സംഖ്യകളെ കേരളത്തിൽ ഒറ്റക്കെട്ടാക്കാൻ BJPക്ക് കഴിയും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ പോങ്ങൻ ഇപ്പോൾ ഇല്ല. BJP എന്ന പ്രസ്ഥാനത്തിൻ്റെ നടത്തിപ്പ് ചുമതല കേരളത്തിൽ ഏറ്റെടുത്തിരിക്കുന്ന ആളുകൾക്ക് വലിയ കഷ്ടപ്പാടുകളൊന്നും കൂടാതെ ഈ പാർട്ടിയെ ചുളിവിലങ്ങ് ശക്തിപ്പെടുത്തണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ വളരെ ലളിതമായിട്ടുള്ള ഒരു ഉപായം പോങ്ങൻ തീർത്തും സൗജന്യമായി നിങ്ങൾക്ക് തരാം. ഇഷ്ടദൈവത്തോട് നല്ലോണം മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. ഇഷ്ടദൈവത്തോട് നല്ലോണം മനസ്സിരുത്തി പ്രാർത്ഥിക്കുക. അതാണ് ഉപായം. എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ BJPയെ വഖഫ് ഏറ്റെടുക്കണേ എന്നങ്ങോട്ട് തികഞ്ഞ ആത്മാർത്ഥതയോടുകൂടി നല്ലോണം മുട്ടിപ്പായിട്ട് അങ്ങ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. വഖഫ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ യാതൊരു കഷ്ടപ്പാടുമില്ല. അവർ BJPയെ നല്ലോണം നോക്കി നടത്തി കരുത്തുറ്റ ഒരു പാർട്ടിയാക്കി മാറ്റിക്കോളൂ. ഇനിയിപ്പോൾ അതിന് താല്പര്യമില്ലെങ്കിൽ അല്പം കഷ്ടപ്പാടുള്ള ഒരു വഴി പോകാൻ പറയാം. കുറച്ചൊന്ന് കഷ്ടപ്പെടണം. എങ്കിലും ഫലം ഇതേ ഫലം തന്നെയാണ്. നല്ല കരുത്തുറ്റ ഒരവസ്ഥയിലേക്ക് എത്താൻ കഴിയും. കഷ്ടപ്പെടണം. അതായത് ജനോപകാരപ്രദമായിട്ടുള്ള വിഷയങ്ങളിൽ വളരെ ആത്മാർത്ഥതയോടുകൂടി ഇടപെട്ടുകൊണ്ട് നല്ലൊരു പ്രതിപക്ഷമായിട്ടിരിക്കുക, നല്ലൊരു പ്രതിപക്ഷമായി മാറുക. നാവടിക്കാനുള്ള ശേഷിയോ സാമൂഹ്യ മാധ്യമങ്ങളിലെ സ്വീകാര്യതയോ കണ്ടുകൊണ്ട് ആളുകളെ പിടിച്ച് നേതാക്കളാക്കാൻ നോക്കാതിരിക്കുക. അതുപോലെ ആ BDJSനെ മുന്നണിയിൽ നിന്നെടുത്ത് കളയുക, ചവിട്ടി പുറത്താക്കുക. പോരാത്തതിന് പെരുന്നയിലെ നായന്മാരുടെ പോപ്പിനെയോ കണിച്ചകുളങ്ങരയിലെ ഈഴവരുടെ മുതലാളിയെയോ കുമ്പിട്ട് നമ്പാതിരിക്കുക എന്ന് മാത്രമല്ല കേട്ടോ. അതുകൊണ്ട് മാത്രം കാര്യം നിൽക്കില്ല. മതവും ജാതിയും ഒന്നും നോക്കാതെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഉള്ളിൽ തട്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാതെ നേതാവാകാൻ വേണ്ടിയിട്ട് പാവപ്പെട്ടവനെ തെരഞ്ഞു പിടിച്ച് അവൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് അവൻ്റെ സങ്കടങ്ങളിൽ അലറിക്കരഞ്ഞുകൊണ്ട് ചുമ്മാ കിടന്ന് നവമാധ്യമങ്ങളിലൂടെ വെടുവ ചപ്പി നടക്കരുത്. പണ്ട് കാലത്തെ
ആളുകളെ പറ്റിക്കുന്നത് പോലുള്ള പരിപാടികളൊന്നും, തട്ടിപ്പ് പരിപാടികൾ, ചാരിറ്റി, മാങ്ങാത്തൊലി മറിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും നടക്കരുത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കുറച്ചുകൂടി സത്യസന്ധത കാണിക്കുക. ബോറൻ പരിപാടികൾക്ക് നിന്നു കൊടുക്കാതിരിക്കുക. അതുപോലെ വോട്ടിനു വേണ്ടി അനീതി അംഗീകരിക്കുകയോ അന്യായം പ്രവർത്തിക്കുകയോ ചെയ്യാതിരിക്കുക ഒരു പാർട്ടി എന്ന നിലയിൽ. പിന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഈ രാഷ്ട്രീയ വൈരികളെ പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതും ഒഴിവാക്കിക്കൊണ്ട് നേതാക്കളും അണികളും അനുഭാവികളുമൊക്കെ നല്ല രാഷ്ട്രീയ ഗുണമുള്ളവരായി മാറണം. പുച്ഛവും പരിഹാസവും ഒക്കെ പോങ്ങനെ പോലുള്ള പ്രതികരണ തൊഴിലാളികളുടെ പണിയാണ്, അവരുടെ ആയുധമാണ്. അവരത് ചെയ്യട്ടെ. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, അതിൽ അനുഭാവമോ പ്രവർത്തനമോ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും രാഷ്ട്രീയ എതിരാളികളെ പരിഹസിക്കാനും പുച്ഛിക്കാനും നിൽക്കരുത്. 2013 കാലങ്ങളിൽ ഒരാവശ്യവുമില്ലാതെ CPM-ന്റെ BJP പരിഹാസം സഹിക്കാൻ പറ്റാതെയാണ് ആ ഒരു വൃത്തികെട്ട ശൈലി അതിഭയങ്കരമായി വന്നപ്പോഴാണ് ഈ പോങ്ങൻ തിരിച്ച് കമ്മി പാളയത്തിൽ നിന്നുകൊണ്ട് കമ്മികളെ കളിയാക്കാൻ തുടങ്ങിയത്. അപ്പോൾ പൊള്ളി ആളുകൾക്ക്. പുച്ഛവും പരിഹാസവും ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല. അതുപോലെ സംഘികളെ കബളിപ്പിച്ച് സ്വന്തം വളർച്ചയും കച്ചവടവും തരപ്പെടുത്തിയെടുക്കുന്ന വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും മാധ്യമങ്ങളെയും മാധ്യമപ്രവർത്തകരെയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള ബുദ്ധി തീർച്ചയായിട്ടും സംഘികൾ കാണിക്കണം. ഇനിയുമുണ്ട് പലതും, അതൊക്കെ വഴിയെ പറയാം. നിങ്ങളൊക്കെ വളരെ നന്നായി ഇരിക്കണം എന്ന് പറയുന്ന ആഗ്രഹം പോങ്ങനിലെ ദേശീയവാദിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് പോങ്ങൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ദേശപ്പറ്റുള്ള, ഈ മാതൃരാജ്യത്തോട് ഏറ്റവും അധികം കൂറ് പുലർത്തുന്ന ഒരു കക്ഷി നിങ്ങളായിരിക്കും എന്ന് പറയുന്ന ഉത്തമ ബോധ്യം എൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതിൻ്റെ പിന്നിൽ ഒരൊറ്റ കാര്യമുള്ളൂ. നമ്മളൊരു വീട്, നമ്മളുടെ സ്വന്തം വീട്, അത് നമ്മൾ സംരക്ഷിക്കുന്നതാണോ അതോ ആ വീട് മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് നമ്മൾ വേറെ എവിടേക്കെങ്കിലും മാറി താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വീട് എങ്ങനെ ആയിരിക്കും കഴിയുക? അവനവൻ നോക്കി നടത്തുന്നത് പോലെ ഒരിക്കലും ആവില്ല. അത് തൻ്റേതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടരുടെ കൈവശം ചെന്നുപെട്ടാൽ ഈ മണ്ണ്, ഈ ഭാരതാംബയുടെ മണ്ണ് നമ്മളുടെ മണ്ണാണ് എന്ന് പറയുന്ന ആൾക്കാർ സംഖ്യകളാണ്. മറ്റാർക്കും അത് തോന്നുന്നില്ല, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും അത് തോന്നുന്നില്ല. സുഡാപ്പികൾ പറയുന്നുണ്ട് ഇത് നമ്മളുടെ മണ്ണാണ്. അത് മറ്റേ അർത്ഥത്തിലാണ് പറയുന്നത്. ഇത് നമ്മൻ്റെ മണ്ണാണ്, നമ്മൻ്റെ മാത്രം മണ്ണാണ്, മറ്റേ സകല നായിൻ്റെ മക്കൾ ഇവിടുന്ന് പോകണമെന്ന് പറയുന്ന ബുദ്ധിയാണ്. അത് ഈ ഭൂമി മുഴുവൻ നമ്മുടെ ദൈവത്തിൻ്റെയാണ്, ബാക്കി മുഴുവൻ ആൾക്കാരും അലവലാദികളാണ്, നമ്മളിൽ പെടാത്തവന്മാരെ എല്ലാം തീർക്കേണ്ടതാണെന്നാണ് അവർ വിചാരിക്കുന്നത്. അതിപ്പം മനോരോഗമാണ്. അതുകൊണ്ടാണ് ഞാനൊരു സംഘബന്ധുവായി മാറിയത്. ആ ചിന്ത എൻ്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ് ഞാനൊരു സംഘബന്ധുവായി മാറിയത്. ഈ രാജ്യത്ത് താമസിക്കുന്നിടത്തോളം കാലം തീർച്ചയായിട്ടും സംഘപരിവാരങ്ങളോളം ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഈ നാടിനു വേണ്ടി വേറെ ഒരു പാർട്ടിയും കാണിക്കില്ല എന്ന് പറയുന്നത്. അധികാരത്തിന് വേണ്ടി പലതും കാണിക്കുമായിരിക്കും, അതല്ലാതെ ഇത് എൻ്റെ മണ്ണാണ്, ഇതെൻ്റെ നാടാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി മറ്റാരും അങ്ങനെ നിൽക്കില്ല എന്ന് പറയുന്ന ഒരു തോന്നലിൻ്റെ പുറത്താണ് ഞാനൊരു സംഘബന്ധുവായി മാറിയത്. നല്ലതിനെ കൂടുതൽ നന്നാക്കാനും കെട്ടതിനെ കൂടുതൽ കെടുത്താനുമാണല്ലോ വാസ്തവത്തിൽ പോങ്ങൻ ഇവിടെ ഈ നാവടിയുമായി ഇങ്ങനെ ഇരിക്കുന്നത്. നന്നായി പ്രവർത്തിക്കുക, നല്ലതേ വരൂ. ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് BJPക്ക് വലിയൊരു നേട്ടമുണ്ടായിട്ടുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് പോകാൻ ഈ സംസാരം ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിച്ചോളാം. ഈ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് മാത്രം BJP സ്വന്തമാക്കിയ വലിയൊരു നേട്ടമാണ് സന്ദീപ് വാര്യരുടെ നഷ്ടം. ചുമ്മാ പറയുന്നതല്ല അത്. പാർട്ടി മാറിയതിന് ശേഷം സന്ദീപ് വാര്യർ നടത്തിയിട്ടുള്ള സംസാരത്തിൽ നിന്ന് ആ മനുഷ്യൻ്റെ വ്യക്തിത്വം എത്രത്തോളം സ്വാർത്ഥ ബുദ്ധി നിറഞ്ഞതാണെന്ന് ആർക്കും, പോങ്ങനെ മാത്രമല്ല ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ. ഒരു പൊതുപ്രവർത്തകന് പാടില്ലാത്ത സ്വഭാവ ശൈലിയാണ് ആ മനുഷ്യൻ പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ നാവാട്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടി BJP പ്രവർത്തകരും അണികളും അനുഭാവികളുമൊക്കെ ശ്രദ്ധിക്കണം. താത വൈവിധ്യത്തിൻ്റെ വൈകൃത സമൃദ്ധി സ്വഭാവത്തിൽ സൂക്ഷിക്കുന്ന എത്ര നേതാക്കൾ ഇനിയും BJPയിൽ ഉണ്ട് എന്നുള്ള കാര്യം വളരെ ശ്രദ്ധയോടുകൂടി അണികളും അനുഭാവികളും പ്രവർത്തകരുമൊക്കെ ഒന്ന് പരതി നോക്കണത് നിങ്ങളുടെ ബാധ്യതയാണ്, കർത്തവ്യമാണ്, ചുമതലയാണ്. സന്ദീപിൻ്റെ നിലവിലെ സുടുസ്നേഹം കണ്ടാൽ
ആ മനുഷ്യനെ BJP-യിലേക്ക് നിയമിച്ചത് പോപ്പുലർ ഫ്രണ്ട് ആണോ എന്ന് പോലും സംശയിക്കുന്നതിൽ തെറ്റു പറയാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ നാക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വ്യാജ ദേശസ്നേഹവും മായം കലർന്ന സനാതന ധർമ്മപ്രേമവുമൊക്കെയായി പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ആളുകളുടെ വ്യക്തിപ്രഭാവവും ചൂഷണ വൈഭവവും അവരുടെ കബളിപ്പിക്കൽ ശേഷിയിലും മാത്രം മയങ്ങി വീണ് അവരെ വാഴ്ത്തി വളർത്താൻ തീർച്ചയായിട്ടും പാർട്ടി നിൽക്കരുത്, നിങ്ങൾ സംഘികൾ നിൽക്കരുത്, ആരും അതിന് തയ്യാറാവരുത്. നിർത്തുന്നു. പാലക്കാട്ടു നിന്ന് ജയിച്ചു വന്ന രാഹുലിന് ആശംസകൾ. വിജയകരമായ പ്രവർത്തനങ്ങൾ നടത്താൻ താങ്കൾക്ക് തീർച്ചയായിട്ടും സാധിക്കട്ടെ. പരാജയപ്പെട്ട സ്ഥാനാർത്ഥികൾക്ക് വിജയം രുചിക്കാനുള്ള അവസരം തീർച്ചയായിട്ടും പ്രകൃതി ഒരുക്കി തരട്ടെ. ജനോപകാരപ്രദമായ നിലയിൽ പ്രവർത്തിക്കാൻ എല്ലാ പൊതുപ്രവർത്തകർക്കും തീർച്ചയായിട്ടും സാധിക്കട്ടെ. ഒരു പുതിയ പ്രവർത്തന ശൈലി, ഒരു രാഷ്ട്രീയ പ്രവർത്തന സമ്പ്രദായം കൊണ്ടുവരാൻ തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്ത് ഇനിയുള്ള പ്രവർത്തകർക്കെങ്കിലും സാധിക്കട്ടെ എന്ന് പറയുന്ന ഒരു എളിയ ആഗ്രഹം പങ്കുവെച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷം.